ഒരച്ഛന്റെ ദുരഭിമാനം ഏതറ്റം വരെ പോകും? സ്വന്തം മകളുടെ ജീവൻ എടുക്കുന്നത് വരെയെന്ന് പലതവണ ഈ രാജ്യത്തു നിന്നും നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിലെ ഇരയായി മാറിയിരിക്കുകയാണ് രാധിക യാദവ്. ഹരിയാനയുടെ അഭിമാനമായ ആ ടെന്നീസ് താരത്തിന് നേരെ സ്വന്തം അച്ഛൻ നിർത്താതെ നിറയൊഴിച്ചപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക? ദിവസങ്ങളായി പ്രശ്നങ്ങൾ പുകഞ്ഞിരുന്ന രാധിക യാദവിന്റെ വീട്ടിൽ ജൂലൈ 10 മധുരമുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രാധികയുടെ അമ്മയുടെ പിറന്നാൾ ദിവസമായിരുന്നു അന്ന്. പ്രശ്നങ്ങളെല്ലാം മറന്ന് തന്റെ അമ്മയ്ക്കായി ഏറെ സന്തോഷത്തോടെ പിറന്നാൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു രാധിക. എന്നാൽ തന്റെ ജീവിതത്തിലെ അമ്മയുടെ അവസാനത്തെ പിറന്നാളായിരുന്നു അതെന്നും ഇനി ഒരിക്കലും അമ്മയ്ക്ക് തന്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ കഴിയില്ലെന്നും അവൾ ഒരിക്കലും ചിന്തിച്ചിരിക്കില്ല. ദുരഭിമാനത്തിന്റെ പേരിൽ അച്ഛൻ തന്നെ വെടിവെച്ച് കൊല്ലുമെന്നത് ഏതൊരു മകളുടെയും ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യമാണല്ലോ. രാധിക യാദവിന്റെ കൊലപാതകത്തിന്റെ കാരണം അന്വേഷിച്ച പോലീസിന്റെ കണ്ടെത്തൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചു. മകളുടെ വരുമാനത്തിൽ ജീവിക്കുന്നു എന്ന ആളുകളുടെ പരിഹാസമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പിതാവായ ദീപകിന്റെ വെളിപ്പെടുത്തൽ. ദിവസവും രാവിലെ പാല് വാങ്ങാൻ പോകുമ്പോൾ മുതൽ കാണുന്നവരെല്ലാം തന്നെ പരിഹസിക്കുമെന്നായിരുന്നു ദീപകിന്റെ വാക്കുകൾ. ടെന്നീസ് താരമായ രാധിക നാട്ടിൽ ഒരു ടെന്നീസ് അക്കാദമി നടത്തിയിരുന്നു. ഇത് വെച്ചുകൊണ്ട് മകളുടെ വരുമാനത്തിൽ ജീവിക്കുന്നവനല്ലേ താനെന്ന് ദീപകിനെ ബന്ധുക്കളും നാട്ടുകാരും കളിയാക്കുമായിരുന്നു. രാധികയുടെ സ്വഭാവശുദ്ധിയെ കൂടി ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ദീപകിന് ദേഷ്യം വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ രാധിക നടത്തുന്ന ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടണമെന്ന് ദീപക് ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പറക്കാൻ തീരുമാനിച്ച രാധിക ഇതിനെ ശക്തമായി എതിർത്തു. അക്കാദമി അടച്ചുപൂട്ടാൻ ദീപക് നിരന്തരം നിർബന്ധിച്ചിരുന്നെങ്കിലും രാധിക ഒരു തരത്തിലും ഇതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല. മകളുടെ ഈ പ്രവൃത്തി തന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നു എന്ന തോന്നൽ അപ്പോഴേക്കും ദീപകിന്റെ മനസ്സിൽ ശക്തമായി തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ളവരുടെ കളിയാക്കൽ കൂടിയായതോടെ ഈ ചിന്തകൾ കൂടുതൽ ബലപ്പെട്ടു. ദീപകിന്റെ ഇത്തരം ചിന്തകളും രാധികയുടെ പ്രതിരോധവും ആ വീടിന്റെ സമാധാന അന്തരീക്ഷത്തെ ബാധിച്ചു. നിരന്തരം പ്രശ്നങ്ങൾക്കും തർക്കത്തിനും വീട് സാക്ഷിയായി. ജൂലൈ 10 അന്നും പതിവ് പോലെ പാല് വാങ്ങാൻ പോയ ദീപകിനെ ആളുകൾ കളിയാക്കി. മകൾ തന്റെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന തോന്നൽ ദീപകിന്റെ മനസ്സിൽ വിദ്വേഷത്തെ ആളിക്കത്തിച്ചു. എന്നാൽ അച്ഛന്റെ മനസ്സിൽ ഇത്രയും വിദ്വേഷമുണ്ടെന്ന് കരുതാതെ ജൂലൈ 10 അമ്മയുടെ പിറന്നാളാണെന്ന ചിന്തയിൽ രാധിക തർക്കങ്ങളെയും പ്രശ്നങ്ങളെയും തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഭക്ഷണം തയ്യാറാക്കാനായി അടുക്കളയിലെത്തി. അപ്പോഴേക്കും തിരികെ എത്തിയ ദീപക് തന്റെ ലൈസൻസ് ഉള്ള റിവോൾവറുമായി രാധികയ്ക്കരികിലേക്ക് എത്തി. താൻ ചെറുപ്പം മുതൽ എടുത്ത് കൊഞ്ചിച്ച് ലാളിച്ചു വളർത്തിയ മകൾ എന്ന ചിന്ത ഏതുമില്ലാതെ അയാൾ രാധികയ്ക്ക് നേരെ 5 തവണ നിറയൊഴിച്ചു. വെടിയുതിർക്കുന്നതിന്റെ വലിയ ശബ്ദം കേട്ടാണ് രാധികയുടെ അമ്മ മഞ്ജു താഴത്തെ നിലയിൽ നിന്നും അടുക്കളയിലെത്തുന്നത്. അരയുടെ ഭാഗത്തായി പരുക്കേറ്റ് കിടക്കുന്ന രാധികയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകളുടെ മരണവിവരം പോലീസിൽ അറിയിച്ചത് മഞ്ജു ആയിരുന്നെങ്കിലും മൊഴി നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. പനിയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയായിരുന്നു. നിലവിൽ ദീപകിന്റെ അനിയൻ കുൽദീപ് യാദവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദീപകിന്റെ മൊഴി പ്രകാരമാണ് ഇതൊരു ദുരഭിമാന കൊലയാണെന്ന് നിലവിൽ പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതിന് നാട്ടുകാരുടെ കളിയാക്കലുകൾക്കും അക്കാദമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും അപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാധിക ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നതും റീൽസ് തയ്യാറാക്കിയിടുന്നതിലും ദീപകിന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം എന്തു തന്നെയായാലും മകളുടെ ജീവനെടുക്കാൻ മാത്രമുള്ള വിദ്വേഷം ഒരച്ഛന്റെ മനസ്സിൽ വളർത്താൻ മാത്രം ശക്തമായിരുന്നു അതെന്ന് മാത്രം ഇപ്പോൾ പറയാം. ഹരിയാനയുടെ സംസ്ഥാന ടെന്നീസ് താരമായിരുന്ന രാധിക മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഡബിൾസിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ റാങ്കിങ്ങിൽ 113ാം സ്ഥാനത്തായിരുന്നു രാധിക. അടുത്തിടെ തോളിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് പ്രകടന മികവിൽ കോട്ടം തട്ടി. എങ്കിലും തളരാതെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു ടെന്നീസ് അക്കാദമി സ്ഥാപിച്ചു. പക്ഷേ സ്വപ്നങ്ങൾക്കായി പോരാടാൻ ഉറച്ച ആ പെൺകുട്ടിക്ക് വിലയായി നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്.